മൈ ചാനൽ. ദിസ് ഇസ് ബിനി വിബി. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാവരും ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ MBBS കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ. അതായത് ഇപ്പം +2 കഴിഞ്ഞിരിക്കുന്ന മക്കളുണ്ട്, അതേപോലെ തന്നെ എൻട്രൻസ് എക്സാംസ് എഴുതിയിരിക്കുന്ന മക്കളുണ്ട്, റിസൾട്ട്സ് വന്നിട്ട് ഓരോ കോളേജസിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഐഡിയ തരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറേ ആയി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അതിൻ്റെ ടൈം കുറവാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും വയനാടായിരുന്നല്ലോ, അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മുടെ MBBS ജേണി എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൊത്തം ഒരു 5.5 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 4.5 ഇയേഴ്സ് എന്ന് പറയുന്നത് തിയറിയും അതേപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്സ്, പ്രാക്ടിക്കൽ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ദെൻ ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പ് പീരീഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഓരോ ഇയറിലും നമുക്ക് എത്രമാത്രം സബ്ജക്ട്സുകളാണ് പഠിക്കാനുള്ളത്, അതേപോലെ തന്നെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതൊക്കെ ഞാൻ പറയാം. നെക്സ്റ്റ് നമുക്ക് ഓരോ ഇയറിലുമുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. സോ ഫസ്റ്റ് ഇയറിൽ നമുക്കുള്ളത് പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റ്, അതായത് 3 സബ്ജക്ട്സാണ് നമുക്ക് ഉണ്ടാവുക: അനാറ്റമി, ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. ഇതിൻ്റെ കൂടെ തന്നെ അനാറ്റമിയുടെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഡിസെക്ഷൻ ഉണ്ട്, പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൻ്റെ ഡ്യൂറേഷൻ എന്നത് 1 ഇയർ ആയിരിക്കും. ആ 1 ഇയറിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാമും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് പാരക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്, അതായത് 3 സബ്ജക്ട്സാണ് നമുക്ക് ഉണ്ടാവുക: പാത്തോളജി, ഫാർമക്കോളജി ആൻഡ് മൈക്രോബയോളജി. ഇതെന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. അതേപോലെ നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ക്ലാസ്സസ് ഉണ്ടാകും, ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഓൺലി 2 സബ്ജക്ട്സേ ഉള്ളൂ: കമ്മ്യൂണിറ്റി മെഡിസിൻ, അതേപോലെ തന്നെ നമുക്ക് ഫോറൻസിക് മെഡിസിൻ. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. ഇനി ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് 1.5 ഇയേഴ്സാണ്, 1.5 വർഷമാണ് നമുക്ക് ഫൈനൽ ഇയർ ഉണ്ടാകും. അതിനകത്തുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞാലും നമുക്ക് സർജറി ഉണ്ട്, മെഡിസിൻ ഉണ്ട്, അതേപോലെ തന്നെ ഒഫ്താൽ, ENT, പിന്നെ നമുക്ക് പീഡിയാട്രിക്സ് ഉണ്ട്, OPG ഉണ്ട്, അപ്പം പിന്നെ അതുപോലെ ഓർത്തോപീഡിക്സ് നമ്മുടെ സർജറി കണ്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ ഫൈനൽ നമുക്ക് എന്തുണ്ട്, ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അങ്ങനെയാണ് മൊത്തം 4.5 + 1 ഇയർ, അതായത് 5.5 ഇയേഴ്സാണ് നമ്മുടെ MBBS കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇനി ENT ഒഫ്താലും അത് മുന്നേ നമുക്ക് തേർഡ് ഇയർ സബ്ജക്ട്സ് ആയിരുന്നു, പക്ഷേ നമ്മൾ 20 ബാച്ച് ഓൺവേർഡ്സ് എന്താക്കി മാറ്റിയിട്ടുണ്ട്, ഫൈനൽ ഇയർ സബ്ജക്ട്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സർജറിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് സബ്ജക്ട്സും കൂടി ഉണ്ട്. നമ്മുടെ അനസ്തീഷ്യ, അതേപോലെ തന്നെ നമ്മുടെ ഓർത്തോപീഡിക്സ്, പിന്നെ നമ്മുടെ മെഡിസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സബ്ജക്ട്സാണ് റേഡിയോളജി, അതേപോലെ തന്നെ റെസ്പിറേറ്ററി മെഡിസിൻ ഉണ്ട്, സൈക്യാട്രി, ഡെർമറ്റോളജി. ഇതെല്ലാം വരുന്ന മെഡിസിൻ്റെ അണ്ടറിലാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ കാര്യം നമ്മൾ പറയുക വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 സബ്ജക്ട്സാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും, നമ്മുടെ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പാർട്ടായിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്റ്റ് വൈസ് ഓരോ ഇയറിലും ഉള്ളത്. സോ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൊത്തം എത്രയാണ്, 5.5 ഇയേഴ്സാണ്. 4.5 ഇയേഴ്സ് നിങ്ങൾക്ക് തിയറി പ്ലസ് പ്രാക്ടിക്കൽസ് പ്ലസ് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ആയിരിക്കും. ആൻഡ് ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. അത് 1 ഇയറാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എക്സാംസും കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റേൺഷിപ്സിൻ്റെ അത്. ഓക്കെ. ഫൈനൽ ഇയറോട് കൂടി എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ ഇൻറ്റേൺഷിപ്പിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, അങ്ങനെ. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സബ്ജക്ട്സുകൾ ഓരോ ഇയറിലുള്ള സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ചേച്ചി സ്റ്റെതസ്കോപ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സാണ് ഉള്ളത്, അനാട്ടമി ഉണ്ട്, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഈ 3 സബ്ജക്റ്റും പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സാണ്. അത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. എന്ന് പറയാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ പോസ്റ്റിങ്സോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, മനസ്സിലായോ. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഫസ്റ്റ് ഇയറിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം ഇല്ല എന്ന് തന്നെ പറയാം. അനാറ്റമിയിൽ നമുക്കറിയാം ഹ്യൂമൻ ബോഡി ഡിസെക്ഷൻ ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയോ ചെയ്യുന്നത്, അവിടെ നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമില്ല. ഇനി സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബയോകെമിസ്ട്രി ലാബിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെയും സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന എവിടെയാണ്, ഫിസിയോളജിയിൽ നിങ്ങൾക്ക് വേണ്ടി വരും. ഫിസിയോളജിയിൽ എന്തിനായിരുന്നു അറിയാം നിങ്ങൾക്ക്,
നമുക്കറിയാം ഫിസിയോളജിയിൽ നമ്മൾ BP എടുക്കാനൊക്കെ പഠിപ്പിക്കും ടീച്ചേഴ്സ്. അപ്പോൾ BP എടുക്കുമ്പോൾ പ്രാക്ടിക്കലി നമുക്ക് എന്ത് വേണം? സ്റ്റെതസ്കോപ്പ് വേണം, അത് നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ വലിയ വിലയുണ്ട്. അതായത് ഇപ്പം ചിലർ ചോദിക്കുന്നുണ്ട് ലിറ്റ്മാനൊക്കെ വാങ്ങണം, അതായത് നല്ല റേറ്റുള്ള 10,000+ തുടങ്ങുന്ന പൈസ ഉള്ള ഒരുപാട് സ്റ്റെതസ്കോപ്സ് നമ്മൾ വാങ്ങണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മക്കളെ നമ്മൾ അതൊന്നും ഇപ്പോഴേ വാങ്ങേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അത്രയും റേറ്റിൻ്റെ സ്റ്റെതസ്കോപ്പ് കൊണ്ടൊന്നും വലിയ ഉപകാരം ഇല്ല ആക്ച്വലി. അപ്പോൾ നമുക്ക് ആകെ യൂസ് എന്താണ്? നമ്മൾ BP നോക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 2000-നുള്ളിൽ തന്നെ വരുന്ന മൈക്രോടോൺ പോലുള്ള കമ്പനീസിൻ്റെ സ്റ്റെതസ്കോപ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അപ്പോൾ സ്റ്റെതസ്കോപ്പാണ് എല്ലാവരും മനസ്സിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കോളേജിലാണെങ്കിൽ കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഞാനൊക്കെ ഇവിടെ ചേരുമ്പോഴാണെങ്കിൽ കോളേജിൽ നമ്മുടെ അടുത്ത് ഒരു ലിസ്റ്റ് തരും എന്തൊക്കെ ഐറ്റംസ് നമ്മൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ വാങ്ങിയാൽ മതി. പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് കോളേജിൽ ചേർന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ എക്സിബിഷനും പോലെ അങ്ങനത്തെ എക്സിബിഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഓരോ കോളേജിലൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടിലൊക്കെ ബുക്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ ബുക്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. സോ അവർ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നതായിരിക്കും. അപ്പം വലിയ പൈസയും ആവില്ല. യൂസ്ഡ് ബുക്സൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യാം. അത് വെച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. അതേപോലെ തന്നെ നമ്മുടെ ഫർദർ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഫസ്റ്റ് ഇയറിൽ കയറാൻ പോകുന്നതിൻ്റെ ടെൻഷനും ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. മക്കളെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്കിപ്പം കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ കോളേജസൊക്കെ ചൂസ് ചെയ്യാനും. അതേപോലെ തന്നെ ഫീയും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാം. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം നമുക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയർ ആണ്. അപ്പം അതിൻ്റേതായൊരു ടൈറ്റൊക്കെ ഉണ്ട്. ടൈം നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറവാണ്, തീരെയില്ല. അപ്പം അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ഉണ്ടായല്ലോ വയനാട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക്. അപ്പം അതുണ്ട് ഇനിയാണെങ്കിൽ. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാനൊക്കെ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട കേട്ടോ. അതേപോലെ നമുക്കറിയാം +1 +2 നിങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസ് ഇതിലോട്ടൊക്കെ പോയി ആ ഒരു MCQ ജേണി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ എക്സാംസിലോട്ടൊക്കെ പോവുകയാണല്ലേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസൊക്കെ എല്ലാം മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കുക. പിന്നെ ഹോം സിക്നെസ്സൊക്കെ വരാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് മനസ്സൊക്കെ നല്ല പ്രിപ്പേർഡ് ആക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ നമ്മൾ റൂംസിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ഹോസ്റ്റലിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് എൻ്റയർലി ഒരു സ്ട്രേഞ്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്.